വർത്തമാനകാല ജീവിത സാഹചര്യങ്ങളെ വിലയിരുത്തി ഭാവിയിൽ എന്തായിരിക്കും ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് നിർണ്ണയിക്കുവാനും ചിന്തിക്കാനും മനുഷ്യനുള്ള കഴിവ് അപാരമാണ്. മനുഷ്യന്റെ യുക്തിയും ബുദ്ധിയും അതിന് മനുഷ്യനെ സഹായിക്കുന്നു. ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ വളരെ നെഗറ്റീവ് ആകുമ്പോൾ നാളെ എന്ന് പറയുന്ന സമയങ്ങളെ നേരിടാൻ പലരും ആശങ്കപ്പെടാറുണ്ട്. ഒട്ടും ശുഭകരമായ സാഹചര്യങ്ങൾ വരില്ല എന്ന് കാണുമ്പോൾ നാളെ എന്ന് പറയുന്ന ദിവസം ജീവിതത്തിൽ വേണ്ട എന്ന് തന്നെ ചിന്തിക്കുന്ന ആളുകൾ ജീവിതം അവസാനിപ്പിച്ച് ജീവൻ വേണ്ട എന്ന് വെച്ച് സ്വയം ജീവിതത്തിൽ നിന്ന് വിട പറയുന്നവർ. എന്നാൽ മനുഷ്യ ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ദൈവത്തിന് എന്താണ് ചെയ്യാൻ സാധിക്കുക? തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവത്തിന് എങ്ങനെ പണിയാൻ സാധിക്കും? അവിടെ ദൈവത്തിനുള്ള അധികാരം എന്താണ്? വിശുദ്ധ വേദപുസ്തകത്തിൽ ഇതിന് ഉത്തരം നൽകുന്നൊരു ഭാഗം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ പ്രവാചകനായിരുന്ന അനുഗ്രഹീതനായ ദൈവപുരുഷൻ യിരെമ്യാ പ്രവാചകനോട് ദൈവം ഒരിക്കലും ഇങ്ങനെ അരുളി ചെയ്തു, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെയ്യുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. യിരെമ്യാ പ്രവാചകൻ ദൈവത്തിന്റെ ആലോചന കേട്ട് കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ കുശവൻ ചക്രത്തിന്മേൽ കളിമണ്ണ് കൊണ്ട് വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ യിരെമ്യാവ് നോക്കുമ്പോൾ തന്നെ ആ കളിമണ്ണ് കുശവന്റെ കയ്യിൽ ചീത്തയായി പോകുന്നു. എന്നാൽ കുശവൻ അതിനെ തനിക്ക് ബോധിച്ചതുപോലെ മറ്റൊരു പാത്രമാക്കി അതിനെ മാറ്റുന്നു. ഉടനെ ദൈവത്തിന്റെ ആത്മാവ് യിരെമ്യാവിനോട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ കയ്യിൽ ഇസ്രായേൽ ജനം ഈ കളിമണ്ണിനെ പോലെ ആയിരിക്കും. അഥവാ തനിക്ക് ബോധിക്കുന്നത് പോലെ തനിക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ നല്ലൊരു പാത്രമാക്കാൻ ദൈവത്തിന് തൻ്റെ ജനത്തിന് മേൽ അധികാരമുണ്ട് എന്നൊരു സന്ദേശം ദൈവം അവർക്ക് കൈമാറി. അതിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ സാധ്യത അനന്തമാണ്. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ദൈവത്തിനൊരു മനുഷ്യൻ്റെ ജീവിതത്തെ രൂപഭംഗി ഉള്ളതാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയാവുന്നതിൻ്റെ സാധ്യത അനന്തമാണ്. അതിന് സാഹചര്യം വിഷയമല്ല, സമയം വിഷയമല്ല, സന്ദർഭങ്ങളോ വിഷയങ്ങളുടെ പഴക്കങ്ങളോ ഏതവസ്ഥയിലായിരിക്കുന്നു, ഇതൊന്നും വിഷയമല്ല. കാരണം ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തെയും അത്തരം ഭംഗിയുള്ളതാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. രണ്ടാമത്തെ കാര്യം, ഏത് സമയത്തും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കും. എത്ര വൈകിയാലും ദൈവത്തെങ്കിലേക്ക് തിരിയുന്നവരുടെ, ദൈവത്തെങ്കിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തെ മാറ്റിയെടുക്കുവാൻ ദൈവം സർവശക്തനും തന്നിൽ തന്നെ സർവ സമ്പൂർണമാകുന്നു. ആകയാൽ ഒരുപക്ഷെ ഇന്ന് നമ്മൾ നേരിടുന്ന ജീവിത സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നാളെ വളരെ ശോചനീയകരമായ ഒരു ഭാവിയാവാം വന്ന് ഭവിക്കുക എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. ഇന്നുള്ള നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളെ നോക്കി നാളെ ഒരു സന്തോഷത്തിന് വകയുണ്ടാവില്ല എന്നൊരു പക്ഷേ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചേക്കാം. എന്നാൽ കേട്ടുകൊള്ളുക, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ, സമർപ്പിച്ചാൽ, നമ്മുടെ എല്ലാം ജീവിതത്തിന് മേൽ അധികാരിയും ഉടമസ്ഥനുമായിരിക്കുന്ന ദൈവത്തിൻ്റെ ആ സർവാധികാരത്തെ സമ്മതിച്ച് അവങ്കിൽ ആശ്രയിച്ചാൽ, നാം ചിന്തിക്കുന്നതിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് എത്താൻ കഴിയുന്ന നിഗമനങ്ങൾക്കും അപ്പുറം നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി മാറ്റുവാൻ അവിടുന്ന് സർവശക്തനാകും. ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ ജീവിതം എന്നും സന്തോഷകരമാണ്, ജീവിതം എന്നും സുന്ദരമാണ്.